വാഹനങ്ങളിലെ കാതടുപ്പിക്കുന്ന എയർ ഹോണുകൾ പിടിച്ചെടുത്ത് നശിപ്പിക്കാൻ ഉത്തരവിട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. പിടിച്ചെടുത്ത എയർ ഹോണുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് റോഡ് റോളർ കയറ്റി നശിപ്പിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. സ്വകാര്യ ബസ് നിർത്താതെ എയർ ഹോൺ അടിച്ച സംഭവത്തിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി അശ്വിൻ ഡിയേഗോണ് ചേരുന്നത്. അശ്വിൻ, എന്തായാലും ഗതാഗത മന്ത്രി അടുത്തിടെ വളരെ രീതിയിൽ സ്ട്രിക്റ്റ് ആകുന്ന ഒരു സാഹചര്യമാണ്. ഈ എയർ ഹോണുകൾ വലിയ രീതിയിൽ ന്യൂസൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം വസ്തുതയാണ്. പക്ഷേ ഇത് നശിപ്പിക്കാൻ ഒരു പ്രത്യേക രീതിയും പറയുന്നുണ്ടല്ലോ മന്ത്രി. ആര്യ, തീർച്ചയായും നമ്മൾ കേരളത്തിൽ അധികം കണ്ടുശീലമില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സാധാരണമാണ്. അതായത് അവർ പിടിച്ചെടുക്കുന്ന ഈ നിയമവിരുദ്ധമായിട്ടുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ വിദേശ മദ്യങ്ങളും ഒക്കെ കണ്ടെത്തി റോഡ് റോളർ ഉപയോഗിച്ച് തകർക്കുന്നതും ബുൾഡോസർ ഉപയോഗിച്ചും വീടുകൾ തകർക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരു പക്ഷേ ഇതാദ്യമായിരിക്കും എയർ ഹോണുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവ് നടത്തുന്നു. ഈ പിടിച്ചെടുക്കുന്ന എയർ ഹോണുകൾ പിന്നീട് റോഡ് റോളർ, അതായത് പൊതുജനങ്ങൾ സാക്ഷിയാക്കി മാധ്യമങ്ങളെ കാണിച്ചുകൊണ്ട് റോഡ് റോളർ ഉപയോഗിച്ച് കയറ്റി നശിപ്പിക്കാൻ ഒരു ഗതാഗത മന്ത്രി തന്നെ ഉത്തരവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് മന്ത്രി പങ്കെടുത്ത പരിപാടിക്കിടയിൽ ഇത്തരത്തിൽ ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരൻ അതിവേഗം എയർ ഹോൺ അടിച്ച് കയറിപ്പോയതും പിന്നീട് അതേ വേഗത്തിൽ തന്നെ അദ്ദേഹം ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോയതും നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് മന്ത്രി തന്നെ ഇടപെട്ട് ഈ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അതായത് വരുന്ന 7 ദിവസം 13 മുതൽ 19 വരെ 20 വരെയുള്ള 7 ദിവസം ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തണം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തണം. ഈ ഡ്രൈവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അനാവശ്യമായി എയർ ഹോണുകൾ ഘടിപ്പിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളിൽ നിന്നും എയർ ഹോണുകൾ കണ്ടെത്തി പിടിച്ച് അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സ്പെഷ്യൽ ഡ്രൈവ് തന്നെ നടത്തുന്നത്. പ്രധാനമായും സ്വകാര്യ ബസ്സുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഒരു പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ എയർ ഹോണുകൾ ഏറ്റവും അധികമായി ഉപയോഗിക്കുന്നത് സ്വകാര്യ ബസ്സുകളിലാണ്. മാത്രമല്ല വലിയ വലിയ വാഹനങ്ങളിലും എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് യാത്രക്കാർക്കും റോഡ് ഉപയോഗിക്കുന്ന മറ്റാളുകൾക്കും ഇത് വലിയൊരു ബുദ്ധിമുട്ടും തലവേദനയുമായി ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ തന്നെ നിൽക്കുമ്പോൾ സിഗ്നൽ ആയ ഉടൻ തന്നെ മനഃപൂർവ്വം എയർ ഹോണുകൾ അടിച്ച് ബഹളമുണ്ടാക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്കെതിരെ ഒരു കർശന നടപടി എടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ആര്യ, ഇത്തരത്തിൽ ഉള്ള എയർ ഹോണുകൾ നശിപ്പിക്കണം എന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. അശ്വിൻ ഡിയേഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.